ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 4ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠഭാഗമായ ഡോൾസ് ഓഫ് ഡെയറിങ് എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി എല്ലാ പാഠഭാഗങ്ങളും, ഇതുവരെയുള്ള ബാക്കി എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ ആക്ടിവിറ്റീസും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പാഠഭാഗവും ഇതിൻ്റെ ആക്ടിവിറ്റീസും കൂടെ ഈ ഒരു ഒറ്റ വീഡിയോയിലായിട്ട് നോക്കാം. ഓക്കെ, ഹാവ് യു എവർ ക്ലൈംബ് എ മൗണ്ടെയിൻ? നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു മൗണ്ടെയിൻ അല്ലെങ്കിൽ ഒരു കുന്ന് എപ്പോഴെങ്കിലും കയറിയിട്ടുണ്ടോ? ഇമാജിൻ ക്ലൈംബിങ് എ സ്റ്റീപ്പ് towering mountain that thoughts and emotions would go through your mind. അപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ്, നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക, നിങ്ങളൊരു മൗണ്ടെയിൻ ഇങ്ങനെ കയറി പോവുകയാണെന്ന് വിചാരിക്കുക. ആ സമയത്ത് എന്തൊക്കെ ചിന്തകളും ഇമോഷൻസൊക്കെ ആയിരിക്കും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കുക എന്നാണ് ഈ ഒരു പോമിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ലെറ്റ്സ് റീഡ് ദ പോം. അപ്പോൾ ഈ പോം നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഡോൾസ് ഓഫ് ഡെയറിങ്. ഡെയറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെയർ എന്ന് പറഞ്ഞാൽ ധൈര്യം, ബ്രേവറി എന്നൊക്കെയാണ് പറയുക. ഓക്കെ, അപ്പോൾ ആ ധൈര്യത്തിൻ്റെ വാതിലുകളാണ്. ഹെൻറി വാൻ ഡേക്ക് ജൂനിയർ ആണ് ഈ ഒരു പോം എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ നോക്കാം. ഇവിടെ നോക്കൂ, ഒരു നല്ല പിക്ചറല്ലേ, ഈ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പോം വായിച്ച് നോക്കാം. The mountains that enfold the vale, with walls of granite steep and high, invite the fearless foot to scale their stairway toward the sky. എന്താ പറയുന്നത്? ദ മൗണ്ടെയ്ൻസ് ദാറ്റ് എൻഫോൾഡ് ദ വെയിൽസ്. എന്താണ് എൻഫോൾഡ് എന്ന് പറഞ്ഞാൽ? ചുറ്റപ്പെട്ടത്. വെയിൽ ഫുള്ള് താഴ്വര, വാലിയുമായിട്ട് ചുറ്റപ്പെട്ടുള്ള ഒരു മൗണ്ടെയിനാണ്. വിത്ത് വാൾസ് ഓഫ് ഗ്രാനൈറ്റ്. എന്താണ് അതിൻ്റെ വാൾ എന്ന് പറയുന്നത്? ഗ്രാനൈറ്റും അതുപോലെ തന്നെ സ്റ്റീപ്പ് ആൻഡ് ഹൈ, അത് വളരെ ഹൈയും വളരെ ഹൈറ്റുള്ളതും കുത്തനെയുള്ളതുമായ ഒന്നാണ്. ഇൻവൈറ്റ് ദ ഫിയർലെസ് ഫൂട്ട് ടു സ്കെയിൽ. എന്താണ് ഫിയർലെസ്? പേടിയില്ലാത്ത ഫൂട്ട്, പാദങ്ങൾ അഥവാ മനുഷ്യർ, പേടിയില്ലാത്ത ആളുകളെയാണ് ടു സ്കൈ. സ്കൈൽ എന്ന് പറഞ്ഞാൽ ക്ലൈംബ് എന്നാണ് അർത്ഥം. അപ്പോൾ ഇത് കയറാൻ വേണ്ടിയിട്ട് പേടിയില്ലാത്ത ആളുകളെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. ദേ സ്റ്റെയർ വേ ടുവേർഡ്സ് ദ സ്കൈ. എന്താണ് അവരുടെ സ്റ്റെയർ വേ, അവരുടെ സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ അവരുടെ പടികൾ എന്ന് പറയുന്നത് ടുവേഴ്സ് ദ സ്കൈ, സ്കൈയിലേക്കുള്ള ഒരു പോക്കാണ്. കാരണം അങ്ങനെ കുത്തനെയാണ് നിൽക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ എന്താണ് ആകാശത്തേക്ക് കുത്തി നിൽക്കുന്ന പോലെ, അല്ലെങ്കിൽ ആകാശം മുട്ടയാണ് നമുക്ക് തോന്നുക. അപ്പോൾ ഈ പേടിയില്ലാത്ത ഓരോ കാൽപാദങ്ങളെയും ഈ ഒരു ഇത്രയും വാൾ ഗ്രാനൈറ്റുള്ള അതുപോലെ തന്നെ കുത്തനെയും ഹൈറ്റിലുമുള്ള ഈ ഒരു മൗണ്ടെയിൻ, ഈ വാലികളാൽ ചുറ്റപ്പെട്ട മൗണ്ടെയിനിലേക്ക് ക്ഷണിക്കുകയാണ് ഈ മൗണ്ടെയിൻ കയറാൻ വേണ്ടിയിട്ട്. ദ റെസ്റ്റ്ലെസ് ഡീപ്പ് ഡൈവിംഗ് സീ, the flows and foams from shore to shore, calls to its sunburned chivalry, push out, set sail, explore. എന്താ പറയുന്നത്? ദ റെസ്റ്റ്ലെസ് ഡീപ്പ് ഡൈവിംഗ് സീ. റെസ്റ്റ്ലെസ് സീ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിക്കലും റെസ്റ്റ് ഉണ്ടാവില്ല അതിന്. അതെന്താണ്? വളരെ ആഴത്തിലുള്ളതായ ഒന്നാണ് സീ എന്ന് പറയുന്നത്. ദ ഫ്ലോസ്, അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനെപ്പോഴെങ്കിലും നിർത്തണ്ടോ? ഇല്ല, അതെപ്പോഴും ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ആൻഡ് ഫോംസ് ഫ്രം ഷോർ ടു ഷോർ, അത് ഒരു ഷോറിൽ നിന്നും മറ്റൊരു ഷോറിലേക്ക് ഇങ്ങനെ ഫോം ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ എന്താ പറയുക, ഇരിച്ചു കയറാറില്ല, ഇങ്ങനെ ഇരിച്ചു കയറിക്കൊണ്ടേയിരിക്കും. കോൾസ് ടു ഇറ്റ്സ് ടൺബേർഡ് ഷൈവോർലി. ഷൈവോർലി എന്ന് പറഞ്ഞാൽ വളരെ ധൈര്യശാലികൾക്കാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ധൈര്യശാലികൾ, എങ്ങനെയുള്ള ധൈര്യശാലികളാണ്? സ്റ്റൺബേൺഡ് എന്ന് പറഞ്ഞാൽ സൂര്യാഘാതം ഏൽക്കുക. അഥവാ ഈ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ധൈര്യശാലികളാണ് പുറത്തൊക്കെ പോയിട്ട് യുദ്ധങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ പോകുക. അപ്പോൾ അവരുടെ എന്താണ്, അവരുടെ ദേഹത്ത് ഡ്രസ്സോ വസ്ത്രങ്ങളോ ഒന്നും അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ ആ വെയിൽ കൊണ്ടിട്ടുള്ള സ്റ്റൺബേൺ അവർക്കുണ്ടായിരിക്കും. അപ്പോൾ അത്രയും ധൈര്യമുള്ള ആളുകൾ മാത്രമേ അതിനായിട്ട് പോവുള്ളൂ. അപ്പോൾ ആ ധൈര്യശാലികളെയാണ് ഇങ്ങോട്ട് വിളിക്കുന്നത്. പുഷ് ഔട്ട്, സെറ്റ് സായിൽ, എക്സ്പ്ലോർ. എന്താണ്? നിങ്ങൾ പുറത്ത് വരൂ, എന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി എക്സ്പ്ലോർ ചെയ്യുമെന്നാണ് പറയുന്നത്. ആൻഡ് ഓൾ ദ ബാർസ് അറ്റ് വിച്ച് വി ഫ്രെറ്റ് ദാറ്റ് സീം ടു പ്രിസൺ ആൻഡ് കൺട്രോൾ ആർ ബട്ട് ദ ഡോർസ് ഓഫ് ഡെയറിങ് സെറ്റ് അജാർ ബിഫോർ ദ സോൾ. എന്താണ്? ആൻഡ് ഓൾ ദ ബാർസ് അറ്റ് വിച്ച് വി ഫ്രെറ്റ് എന്ന് പറഞ്ഞാൽ ദുഃഖം, ബാർസ് എന്ന് പറഞ്ഞാൽ തടസ്സം, ചലഞ്ചസ് എന്നൊക്കെ പറയില്ലേ. അപ്പം നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് ദുഃഖങ്ങളും തടസ്സങ്ങളും ചലഞ്ചസും എല്ലാം ഉണ്ടായിരിക്കും. ദാറ്റ് സീംസ് ടു പ്രിസൺ ആൻഡ് കൺട്രോൾ. അതിനെ ഒരിക്കലും നിങ്ങൾ ജയിലിലാക്കരുത്, നിങ്ങളതിനെ കൺട്രോൾ ചെയ്യണം. പ്രിസൺ എന്ന് പറഞ്ഞാൽ ജയിൽ, നിങ്ങളതിനെ ജയിലിലാക്കരുത്, നിങ്ങളെ കൺട്രോൾ ചെയ്യണം. ആർ ബട്ട് ദ ഡോർസ് ഓഫ് ഡയറിങ്. എങ്ങനെയാണ്? നിങ്ങൾ ധൈര്യത്തിൻ്റെ ആ ഒരു വാതിലിലൂടെ നിങ്ങൾ അതിനെയൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്തണം. സെറ്റ് അജാർ ബിഫോർ ദ സോൾ. സെറ്റ് അജാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ ഇങ്ങനെ തുറക്കുക, നിങ്ങളുടെ ആ ഒരു
ആത്മാവ് പോകുന്നതിൻ്റെ മുന്നേ നിങ്ങളതൊക്കെ തുറന്ന് നിങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്ത് നിങ്ങളുടെ ദുഃഖങ്ങളെയും നിങ്ങളുടെ തടസ്സങ്ങളെയും ഒക്കെ നിങ്ങൾ കൺട്രോൾ ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് പറയുന്നത്. നമ്മുടെ ലൈഫിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഒരുപാട് ചലഞ്ചസുകളും ഒരുപാട് കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷെ ആ സമയത്തൊക്കെ നമ്മൾ ഒരു പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമുക്കവിടെ സക്സസ് എന്നുള്ളത് കിട്ടുകയുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഒരു പ്രിസൺ പോലെ എപ്പോഴും ജയിലിലായ ഒരു അവസ്ഥയിൽ തന്നെയായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു പോം. ഇനി ഇത് എഴുതിയിട്ടുള്ളത് ഹെൻറി വാൻ ഡെയ്ക്ക് ജൂനിയർ ആണെന്ന് പറഞ്ഞു. അമേരിക്കൻ റൈറ്റർ ആൻഡ് പോയറ്റ് ഹെൻറി വാൻ ഡെയ്ക്ക് ജൂനിയർ വാസ് ബോൺ ഇൻ 1852 ഇൻ Germantown, USA. He became popular for a wide range of poetry and explored various aspects of religion and man's relationship with nature. He was a professor of English literature at Princeton University for over 20 years. His notable works are The Otherwise Man and The First Christmas Tree. He passed away 1933. അപ്പോൾ അദ്ദേഹം ജനിച്ചത് 1852 USA ജർമ്മൻ ടൗൺ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. അദ്ദേഹം എന്താണ് വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പോയട്രി റൈറ്ററാണ്. അതുപോലെ തന്നെ റിലീജിയസ് ആസ്പെക്റ്റും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പോയട്രിയിലും മറ്റൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നേച്ചറിൻ്റെ റിലേഷൻഷിപ്പും അതുപോലെ അദ്ദേഹം പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു. അവിടെ 20 years അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും നോട്ടബിൾ ആയിട്ടുള്ള ഒരു വർക്ക് എന്ന് പറയുന്നത് ദ ഓതർവൈസ് മാൻ എന്നുള്ളതും ദ ഫസ്റ്റ് ക്രിസ്മസ് ട്രീ എന്നുള്ളതുമാണ്. അദ്ദേഹം 1933 മരണപ്പെടുകയും ചെയ്തു. ഇനി ഇതിലെ ആൻസർ ദ ക്വസ്റ്റ്യൻസ് നോക്കാം. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. നമുക്ക് താഴെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡു ദ മൗണ്ടെയ്ൻസ് എൻഫോൾഡ് ദ വെയിൽ? എങ്ങനെയാണ് മൗണ്ടെയിന് ഈ ഒരു വെയിലിനെ എൻഫോൾഡ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. എങ്ങനെയായിരുന്നു? ദ മൗണ്ടെയിൻ എൻഫോൾഡ്സ് ദ വാലി വിത്ത് വാൾസ് ഓഫ് ഗ്രാനൈറ്റ് ആൻഡ് സ്റ്റീപ്പ് ആൻഡ് ഹൈ. അല്ലേ, ഗ്രാനൈറ്റിൻ്റെ വാൾ കൊണ്ടും അതുപോലെ തന്നെ വളരെ കുത്തനെയുള്ള ഹൈറ്റ് കൊണ്ടൊക്കെ ആയിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ പോയറ്റ് ഡിസ്ക്രൈബ് ദ മൗണ്ടെയ്ൻസ് ആസ് ദ സ്റ്റെയർ വേ ടു ദ സ്കൈ? എന്തുകൊണ്ടാണ് പോയറ്റ് പറയുന്നത് മൗണ്ടെയ്ൻസ് എന്ന് പറയുന്നത് ആകാശത്തിലേക്കുള്ള ഒരു പടിയാണെന്ന് പറയാനുള്ള കാരണം എന്താണ്? ബിക്കോസ് മൗണ്ടെയിൻ ഫേസിങ് ടുവേർഡ്സ് ദ സ്കൈ. ഹിയർ പോയറ്റ് കമ്പയർ മൗണ്ടെയിൻ ടു ദ സ്കൈ വിച്ച് ഈസ് ഫുൾ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ഇവിടെ നമുക്കറിയാം മൗണ്ടെയിൻ എന്ന് പറയുന്നത് സ്കൈയിലേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ മൗണ്ടെയിനെ ഒരു സ്കൈയുമായിട്ട് അദ്ദേഹം കമ്പയർ ചെയ്തിട്ടുള്ളത്. അവിടെ നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ അവിടെ ഫുൾ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണെന്ന് നമുക്ക് പറയാം. തേർഡ് വൺ, വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ സൺബേൺഡ് ഷൈവേർലി? എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ സൺബേൺഡ് ഷൈവേർലി എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? ഹാർഡ് വർക്കിംഗ് ഓർ അഡ്വഞ്ചേഴ്സ് പീപ്പിളിനെയാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. ഹാർഡ് വർക്ക് ചെയ്യുന്ന അഡ്വഞ്ചർ ആയിട്ടുള്ള പീപ്പിളിനെയാണ്. ഇനി നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ലൈൻസ് ഓഫ് ദ പോം സജസ്റ്റ് വി ഷുഡ് ട്രീറ്റ് എ ലിമിറ്റേഷൻസ് ആസ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ സക്സസ്? ഏത് വരിയിലാണ് ഇവിടെ പറയുന്നത് ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ സക്സസ്സിലേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ആണെന്ന് പറയുന്നത്? ഏതാണ്? ആൻഡ് ഓൾ ദ ബാർസ് അറ്റ് വിച്ച് വി ഫ്രെറ്റ് ദാറ്റ് സീംസ് ടു പ്രിസൺ ആൻഡ് കൺട്രോൾ. ഈ ഒരു ലൈനാണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ പോയറ്റ് വാണ്ട് ദ റീഡർ ടു ലുക്ക് അറ്റ് ലൈഫ് ചലഞ്ചസ്? ഈ പോയിറ്റ് പറയുന്നുണ്ട് നമ്മുടെ ലൈഫിലെ ചലഞ്ചസുകളെയൊക്കെ ഒരു ബുക്ക് വായിക്കുന്ന രീതി അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്ന അത് എങ്ങനെയാണ്? ഫേസ് ദ ചലഞ്ചസ് ബ്രേവർലി ആൻഡ് ടു ടേക്ക് റിസ്ക് എന്നാണല്ലേ അദ്ദേഹം പറയുന്നത്. വളരെ ധൈര്യപൂർവ്വവും ആ ഒരു റിസ്ക്കും നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് ആ ചലഞ്ചസിനെ ഫേസ് ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി നമുക്ക് നേരെ ആക്ടിവിറ്റീസിലേക്ക് കടക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി, ഫൈൻഡ് സം ഫേമസ് കോട്ട്സ് അബൌട്ട് ബ്രേവറി ആൻഡ് കറേജ്. ബ്രേവറിയും കറേജിനെ കുറിച്ച് പറയുന്ന ഏതെങ്കിലും കോട്ട്സ് നിങ്ങളുടെ അടുത്ത് കണ്ടെത്താനാണ് പറഞ്ഞത്. റൈറ്റ് ദം ബിലോ, എന്നിട്ട് താഴെ എഴുതി കൊടുക്കുക. യു ക്യാൻ സെർച്ച് ഓൺലൈൻ ഓർ റെഫർ ടു ബുക്സ്. നിങ്ങൾ ഓൺലൈനോ അല്ലെങ്കിൽ ബുക്സോ ഇതൊക്കെ റെഫർ ചെയ്തിട്ട് നിങ്ങൾ എഴുതുക. അപ്പോൾ ഇവിടെ ഞാൻ വില്യം ഷേക്സ്പിയറിൻ്റെ ഒരു ചെറിയ കോട്ട്സ് പറഞ്ഞുതരാം. കോവേഴ്സ് ഡൈ മെനി ടൈംസ് ബിഫോർ ദെയർ ഡെത്ത്സ്. The valiant never taste of death but once. ജൂലിയസ് സീസർ ബൈ വില്യം ഷേക്സ്പിയർ. വില്യം ഷേക്സ്പിയറിൻ്റെ ജൂലിയസ് സീസർ എന്ന ബുക്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിൽ ഒരുപാട് നിങ്ങൾക്ക് കിട്ടും. ജസ്റ്റ് ഓൺലൈനായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇനി രണ്ടാമത്തത്, ലുക്ക് അറ്റ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ പോം. പോമിലെ ഈ ഒരു ലൈൻസ് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഓൾ ദ ബാർസ് അറ്റ് വിച്ച് വി ഫ്രെറ്റ് ദാറ്റ് സീം ടു പ്രിസൺ ആൻഡ് കൺട്രോൾ are but the doors of daring set ajar but the soul. ഇതിൽ ഐഡൻറ്റിഫൈ ദ റൈമിംഗ് വേർഡ്സ്. ഇതിലെ റൈമിംഗ് വേർഡ്സ് കണ്ടെത്തണം. ഏതൊക്കെയാണ്? ഫ്രെറ്റ്, സെറ്റ്,
കൺട്രോൾ, സോൾ. ഇതൊക്കെ എന്താണ്? റൈമിംഗ് വേർഡ്സ് ആണ്. ഫൈൻഡ് ഔട്ട് ദ റെയിം സ്കീം. ഇതിലെ സ്കീം ഏതാണ്? നമ്മൾ എങ്ങനെ എഴുതുക? എ ബി എന്നതാണ് റെയിം സ്കീമായിട്ട് വരുന്നത്. റെയിം സ്കീം എഴുതാൻ അറിയുന്നുണ്ടാവും അല്ലേ? എന്താണ്? ഇപ്പോൾ ഫ്രെറ്റ്, അവിടെ നമ്മൾ എ കൊടുക്കുക. കൺട്രോൾ, അതെന്താണ്? അത് ബി ആണ്, മറ്റൊന്നാണ്. ഇനി ഫ്രെറ്റ് പോലത്തെ അടുത്തതാണ് സെറ്റ്. അപ്പോൾ അവിടെ എന്താണ്? അവിടെ വീണ്ടും എ കൊടുക്കുക. സോളും കൺട്രോളും ഒന്നാണ്, അപ്പോൾ അവിടെ ബി കൊടുക്കുക. അങ്ങനെ എ ബി എന്നായിട്ട് വരും. തേർഡ് വൺ, find out the words that alliterate in the lines given below and write it in the space provided. താഴെയുള്ള ലൈനിൽ നിന്നും നമ്മൾ അലിട്രേഷൻ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് താഴെ സ്പേസ് കൊടുത്തെടുത്ത് എഴുതുക. The restless deep diving sea that flows and foams from shore to shore calls to its sunburned chivalry. push out, set sail, explore. ഓക്കെ, ഇതിൽ ഏതൊക്കെയാണ് അലിട്രേറ്റ് എന്ന് പറയുന്നത്? ഡീപ്പ്, ഡൈവിങ്, ഫ്ലോസ്, ഫോംസ്, ഫ്രം. ഷോർ, അതുപോലെ തന്നെ സെറ്റ്, സൈൽ. ഓക്കെ, ഇത് ഇത്രയുമാണ്. ഒന്നുകൂടി പറയാം. ഡീപ്പ്, ഡൈവിങ്, ഫ്ലോസ്, ഫോംസ്, ഫ്രം. ഷോർ, സെറ്റ്, സൈൽ. ഓക്കെ, ഇനി അടുത്തത് ഫോർത്ത് ആണ്. റീഡ് ദ ഫോളോയിങ് ലൈൻസ്. താഴെ പിന്നെയും നമുക്ക് കുറച്ച് ലൈൻസ് കൊടുത്തിട്ടുണ്ട്, അത് വായിച്ച് നോക്കാൻ പറയുന്നുണ്ട്. ദ മൗണ്ടെയ്ൻസ് ദാറ്റ് എൻഫോൾഡ് ദ വെയിൽ വിത്ത് വാൾസ് ഓഫ് ഗ്രാനൈറ്റ് സ്റ്റീപ്പ് ആൻഡ് ഹൈ invite the fearless foot to scale their stairway toward the sky. We get a visual image of the mountains. അല്ലേ, ഇത് പറയുന്നത് എന്താണ്? ഈ മൗണ്ടെയിൻ എന്ന് പറയുന്നത് ചുറ്റും വയലുകൾ കൊണ്ടും അതുപോലെ തന്നെ അതിൻ്റെ വോൾ എന്ന് പറയുന്നത് ഗ്രാനൈറ്റും വളരെ കുത്തനെയുള്ള ഹൈറ്റ് ഉള്ളതുമാണ്. ഇവിടേക്ക് ഫെയർലെസ് ആയിട്ടുള്ള, അതോ അത്രയും പേടിയൊന്നും ഇല്ലാത്ത കാലുകളെയാണ് ഇവിടേക്ക് കയറാൻ വേണ്ടി ഞങ്ങൾ വിളിക്കുന്നത്. ഇതെന്താണ്? ആകാശത്തേക്ക് മുട്ടയെ നിൽക്കുന്ന പോലെയാണെന്നാണ് ഒക്കെ പറയുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു മൗണ്ടെയിൻ്റെ ഒരു ഇമാജിനേഷൻ, ഒരു വിഷ്വൽ ഇമാജിനേഷൻ കിട്ടുന്നുണ്ട് അല്ലേ. ദേ ടെൽ അസ് ഹൗ ദ മൗണ്ടെയിൻസ് ലുക്ക്. ഇതെന്താ പറയുന്നത്? എങ്ങനെയാണ് ആ മൗണ്ടെയിൻ കാണാൻ എന്നാണ് പറയുന്നത്. എ വിഷ്വൽ ഇമാജ് ഇൻ എ പോം ഈസ് എ വിവിഡ് പിക്ചർ ഓഫ് വേർഡ്സ്. എന്താണ് ഒരു വിഷ്വൽ ഇമാജ് എന്ന് പറയുന്നത്? ഒരു വേർഡിനേക്കാൾ, ആ ഒരു പിക്ചറൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? വേർഡിനേക്കാൾ വളരെ മനോഹരമാണ് അല്ലേ. ഇപ്പോൾ ഒരു വേർഡ് പറയുന്നത് എന്താണ്? അതൊന്ന് വിഷ്വലൈസ് ചെയ്ത് പറയുന്നത് രണ്ടും ഡിഫറൻസ് ആണ് അല്ലേ. ദ വിഷ്വൽ ഇമാജ് മേക്ക് എ പോം ബ്യൂട്ടിഫുൾ ആൻഡ് പവർഫുൾ. വിഷ്വൽ ഇമാജ് ആണ് എപ്പോഴും ഒരു പോമിനെ ബ്യൂട്ടിഫുൾ ആക്കുന്നതും പവർഫുൾ ആക്കുന്നതും. അപ്പോൾ ചില വേർഡ്സ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുന്ന വേർഡ്സുകളായിരിക്കും. ഫൈൻഡ് ഔട്ട് ദ വിഷ്വൽ ഇമാജ് ഇൻ ദ ഫോളോയിങ് ലൈൻസ് ആൻഡ് ഡിസ്ക്രൈബ് ദം. താഴെയുള്ള ലൈൻസിൽ നിന്നും നിങ്ങളെടുത്ത് അതിൻ്റെ വിഷ്വൽ ഇമാജ് എന്താണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ റെസ്റ്റ്ലെസ് ഡീപ്പ് ഡൈവിംഗ് സീ ദാറ്റ് ഫ്ലോസ് ആൻഡ് ഫോം ഫ്രം ഷോർ ടു ഷോർ calls to us sunburn chivalry, push out, set sail, explore. എന്താണ്? ദ സീ ഈസ് റെസ്റ്റ്ലെസ് ദാറ്റ് ഈസ് ഓൾവേസ് മൂവിങ് വിത്തൗട്ട് റെസ്റ്റ്. എന്താണ്? സീ എന്ന് പറയുന്നത് റെസ്റ്റ്ലെസ് ആണ്, അത് ഇങ്ങനെ റെസ്റ്റ് ഇല്ലാതെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഈസ് ഓൾവേസ് ഫോംസ് വിത്ത് ദാറ്റ് ഫോം ഇറ്റ് ടച്ചസ് സീഷോർ. അതിൻ്റെ ഫോം എന്ന് പറയുന്നത് നമ്മുടെ സീഷോറൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എപ്പോഴും. വെൻ വി റീഡ് ദിസ് ലൈൻ വി ഗോട്ട് എ പവർഫുൾ വിഷ്വൽ ഇമാജ് അബൌട്ട് എ റോറിങ് സീ. ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കടലിൻ്റെ ഇരമ്പലും അതിൻ്റെ അലർച്ചയും ഒക്കെ കൂടി നമുക്കതൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗം. ഇനി അടുത്തതായിട്ട് നമുക്ക് പ്രേയിങ് ഹാൻഡ്സ് ആണ് നോക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ക്രിസ്മസ് എക്സാം വരെ നമുക്ക് ഇത്രയും പോർഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.